ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വെക്റ്റർ ഓൾജിബ്രയുടെ കണ്ടിന്യൂഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പാർട്ട് വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് പോരുക. ഓക്കെ, അവിടെ നമ്മൾ മെയിൻ ആയിട്ടും വെക്റ്റർ അഡീഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പറയായിരുന്നു. ഓക്കെ, അതിന്റെ പ്രോഡക്റ്റ് എ ഡോട്ട് ബി, ക്രോസ് പ്രോഡക്റ്റ് ഇല്ല. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താ സ്കെയിലാർ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ടോപ്പിക്കിൽ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്, ടു വെക്ടേഴ്സ്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ പറഞ്ഞു. പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയിൽ ചെയ്യും. പിന്നെ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ ബി, അതിന്റെ ഇക്വേഷൻ പറഞ്ഞായിരുന്നു. പിന്നെ എന്താ യൂണിറ്റ് വെക്ടർ, അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ എന്താ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ എന്താ കണ്ടീഷൻ, പാരലൽ ആണെങ്കിൽ കൊളീനർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഒരു വെക്ടർ മറ്റേ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ടേംസിന്റെ റേഷ്യോ എന്തായിരിക്കും അവിടെ സെയിം ആയിരിക്കും പറഞ്ഞാണ്. പിന്നെ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, എ ഡോട്ട് ബി ഈക്വൽ ടു എന്ത് വരും, സീറോ ആയിരിക്കും. ഓക്കെ, അതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സീറോ ആയിരിക്കും കിട്ടുന്നത്. അതിൽ നിന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാം. അതായത് ഇപ്പം എയും ബിയും രണ്ട് വെക്ടർ വന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ ചോദിക്കാം, എ പ്ലസ് ബി. അതുപോലെ എ മൈനസ് ബി കണ്ടുപിടിക്കാൻ ചോദിക്കാം. എന്നിട്ട് രണ്ടും എന്ത് പെർപെൻഡിക്കുലർ ആണോ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം. അല്ലെങ്കിൽ ഈ രണ്ട് എ പ്ലസ് ബി, എ മൈനസ് സി, എ മൈനസ് ബി, ഈ രണ്ട് വെക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാം. ഓപ്ഷനിൽ കൊളീനിയർ, പിന്നെ എന്താ പെർപെൻഡിക്കുലർ, അങ്ങനെ ഓപ്ഷനൊക്കെ എന്ത് ചെയ്യാം വരാം. ഓക്കെ, തീരെ അങ്ങനെ കടന്ന് പോണ സാധ്യത കുറവാണ്. എന്നിരുന്നാലും എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്തായിരിക്കണം, എ ഡോട്ട് ബി ഈക്വൽ സീറോ ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ചോണം കേട്ടല്ലോ. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് നമ്മൾ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതേപോലെ അസോസിയേറ്റീവ് ആണ്. വെക്ടർ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. എന്താ കമ്മ്യൂട്ടേറ്റീവ്? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ഈ ടേം ഒന്ന് ഓർമ്മിച്ചോണേ. കാരണം നമ്മൾ സിലബസിൽ കമ്മ്യൂട്ടേറ്റീവ്, ഓക്കെ, സെറ്റ് എന്നൊരു പാഠം പഠിക്കാണ്ടല്ലോ, നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ച സെറ്റ്. ഓക്കെ, ആ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും എന്ത് ചെയ്യും അവിടെ പഠിക്കും, പറഞ്ഞല്ലോ. ഓക്കെ, ഓർമ്മിച്ചോണേ. ഇപ്പൊ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, നേരെ തിരിച്ചു എഴുതുക. വെക്ടർ ബി പ്ലസ് വെക്ടർ എ ആയിരിക്കും. ഓക്കെ ആണോ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം, വെക്ടർ ബി പ്ലസ് വെക്ടർ എ ആയിരിക്കും. നേരെ തിരിച്ചു എഴുതുന്നത് പറഞ്ഞല്ലോ. അത് അതേപോലെ അസോസിയേറ്റീവ് അവിടെ മൂന്ന് വെക്ടേഴ്സ് വരും. അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഈക്വൽ ടു എന്താ ഇവിടെ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് സി ആയിരിക്കും. ഓക്കെ ആണോ? അത് ആദ്യത്തെ രണ്ട് വെക്ടർ പ്ലസ് ചെയ്തിട്ട് മൂന്നാമത്തെ പ്ലസ് ചെയ്യുന്നതും, പിന്നെന്താ അവസാനത്തെ രണ്ടെണ്ണം പ്ലസ് ചെയ്തിട്ട് ആദ്യത്തെ പ്ലസ് ചെയ്യുന്നതും എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് നമുക്ക് എങ്ങനെ വേണം എന്ത് ചെയ്യാം, അവിടെ പ്ലസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. ഓക്കെ ആണോ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പിന് ചോദിക്കാം എന്നേ ഉള്ളൂ, പറഞ്ഞല്ലോ, ഓർമ്മിച്ചോണേ. പിന്നെ എന്താ സീറോ ഇസ് ദ ഐഡന്റിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി, പറഞ്ഞല്ലോ, അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് വെക്ടർ അഡിഷൻ. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ലടാ, നമ്മള് ഒരു ടേം അതിന്റെ കൂടെ സീറോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നേടും, അങ്ങനെ കിട്ടുമല്ലോ, ആണെന്ത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് കേട്ടല്ലോ. ഓക്കെ, അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂ തന്നെ വരണം, ആണല്ലോ. ഓക്കെ, അപ്പോൾ വെക്ടർ എയുടെ കൂടെ സീറോ അല്ലെങ്കിൽ സീറോ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ വീണ്ടും വെക്ടർ എ തന്നെ കിട്ടും, സീറോ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ കേട്ടല്ലോ. അപ്പോൾ സീറോ വെക്ടർ ഇസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് വെക്ടർ അഡിഷൻ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, ഓർമ്മിച്ചോണേ. പിന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, വെക്ടർ എയുടെ കൂടെ എന്താ അതിന്റെ നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, അവിടെ സീറോ വരുന്നത് കേട്ടോ, സീറോ. ഓക്കെ, സീറോ വരുന്നത്, അത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ അവിടെ സീറോ കിട്ടണം, പറഞ്ഞല്ലോ. അപ്പൊ 10ന്റെ കൂടെ -10 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഇവിടെ ആൻസർ സീറോ കിട്ടുന്നത് അല്ലേ. അപ്പൊ -10 10ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ വെക്ടർ എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയെന്ന് ചോദിച്ചാൽ എന്താ, അതിനെ നേരെ നെഗറ്റീവ് എടുക്കുക, -a ആയിരിക്കും. ഓക്കെ, ഓർമ്മിച്ചോണേ. ഓക്കെ, പിന്നെ ഈ വെക്ടർ എയും മൈനസ് വെക്ടർ എയും എന്നൊക്കെ പ്രത്യേകം ഉണ്ടോ?
നമ്മൾ പറയാം നെഗറ്റീവ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാം നെഗറ്റീവ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വെക്റ്റർ എയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, രണ്ടും കൊളീനിയർ ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ഓർമ്മിച്ചോടെ രണ്ടും കൊളീനിയർ ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, പറഞ്ഞല്ലോ എങ്ങനെ വരുന്നു പറയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ പോയിന്റും കൃത്യം നോക്കി വെച്ച് ചെയ്യുക കേട്ടല്ലോ. ഒരു വെക്റ്റർ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടും എന്തായിരിക്കും കൊളീനിയർ ഒക്കെ ആയിരിക്കും കേട്ടല്ലോ, ഓർമ്മിച്ചോണേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇനി അടുത്ത് പറയാനുള്ളത് നമ്മൾ ഓക്കെ നമ്മൾ എന്താ പറയാ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് പറഞ്ഞല്ലോ കോസ് തീറ്റ. നമ്മൾ അതിന്റെ ഒരു ഒന്ന് രണ്ട് കോസ് തീറ്റ ഈക്വൽ എന്താ ഒന്നുകൂടെ പറ. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ഓക്കെ ആണോ? കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇവിടെ പലതരത്തിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ എ ഡോട്ട് ബിയുടെ ആൻസർ തന്നിരിക്കും. ഇവിടെ എ ഡോട്ട് ബി ഈക്വൽ ടു ഇത്രയെന്ന് √3. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എത്ര ഒരു 1 എന്നും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഒരു 2 എന്നും ഓക്കെ തന്നിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആംഗിൾ എത്രയെന്ന് ചോദിക്കാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, കോസ് തീറ്റ ഈക്വൽ ടു എന്ത് ചെയ്യാം, എ ഡോട്ട് ബിയുടെ ആൻസർ എന്താ √3 അല്ലേ, √3 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ എത്ര 1 അല്ലേ, 1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ 2 ആണ്. ഓക്കെ, ഈക്വൽ ടു എത്ര √3/2 എന്ന് കിട്ടും. ഓക്കെ, കോസ് തീറ്റ √3/2 എന്ന് കിട്ടും ആണല്ലോ. ഇനി അവിടെ അതിന് ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആംഗിൾ തീറ്റ ഈക്വൽ ടു കോസ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, കോസ് ഇൻവേഴ്സ് √3/2 എന്നാവും. ഓക്കെ ആണോ, √3/2 ആവും. അപ്പൊ കോസ് ഇൻവേഴ്സ് √3/2 എന്നാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, കോസ് തീറ്റ √3/2 ആണല്ലോ. അപ്പൊ കോസിന്റെ വാല്യൂ √3/2 വരുന്നത് എപ്പോഴാണെന്ന് ആലോചിക്കുക. ഓക്കെ, കോസിന്റെ വാല്യൂ √3/2 വരുന്നത് എപ്പോഴാണെന്ന് ആലോചിക്കുക. അതായത് 30 ഡിഗ്രിയിലാണ് കേട്ടോ, 30 ഡിഗ്രി. അല്ലെങ്കിൽ ഓപ്ഷൻ എന്ത് വരാം, π/6 എന്നും വരാം കേട്ടോ. ഓക്കെ, അപ്പോ സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ട്രിഗണോമെട്രി എത്തുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം, തരാം പറഞ്ഞല്ലോ. ഓക്കെ, അല്ലെങ്കിൽ +1 ടെക്സ്റ്റിലും ഉണ്ട് സൈനിന്റെയും കോസിന്റെ ഒക്കെ വാല്യൂസ് എല്ലാം എന്തുണ്ട് അവിടെ കൃത്യമായിട്ട് ഉണ്ട് പറഞ്ഞല്ലോ. ഓക്കെ, ഇപ്പൊ കോസിന്റെ വാല്യൂ √3/2 വരുന്നത് ആംഗിൾ 30 ഡിഗ്രിയിലാണ്. അതിന്റെ റേഡിയൻ മെഷർ ആണ് π/6 എന്ന് പറയുന്നത് കണ്ടല്ലോ. റേഡിയൻ മെഷർ ആണ് π/6 എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് പഠിച്ചുകൊണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് എടുക്കുക കേട്ടല്ലോ. അപ്പൊ ട്രിഗണോമെട്രി എത്തുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, ഓർമ്മിച്ചോണേ. ഓക്കെ, അപ്പൊ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് 30 ഡിഗ്രിയാണ്, π/6. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ എയും ബിയും രണ്ട് വെക്ടർ തന്നിരിക്കും. ഇപ്പൊ വെക്ടർ എ ഈക്വൽ ടു ജസ്റ്റ് ഒരു വെക്ടർ 2i + j + k. വെക്ടർ ബി ഈക്വൽ ടു അനദർ വെക്ടർ i - 2j + 3k. രണ്ട് വെക്ടർ. ഇനി എന്ത് ചെയ്യും, ഇത് തന്നിട്ട് അവിടെ ആംഗിൾ കണ്ടുപിടിക്കും ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. എ ഡോട്ട് ബി ഈക്വൽ ടു എന്ത് ചെയ്യുക, ഓരോന്നിനും കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടല്ലോ. ഇവിടെ 2i അല്ലേ ആണല്ലോ. അപ്പൊ 2 ഇൻറ്റു ഇവിടെ എത്ര i ഉണ്ട്, ഒരു i എന്നല്ലോ. അപ്പൊ 2 × 1. അടുത്ത് ഇവിടെ ഒരു j അല്ലേ ഉള്ളൂ, പ്ലസ് ഒരു j ആണ്. അപ്പൊ +1 ഇൻറ്റു ഇവിടെ എത്ര -2 അല്ലേ, -2 എടുക്കാം. ഓക്കെ, ഇവിടെ -j ആണെങ്കിൽ അവിടെ -1 കൊടുക്കായിരുന്നു. ഓക്കെ, അപ്പം അടുത്ത് k എന്ന് പറയുമ്പോൾ ഒരു k അല്ലേ ഉള്ളൂ, ഒരു k. അപ്പൊ 1 ഇൻറ്റു ഇവിടെ എത്ര k ഉണ്ട്, 3k കൊടുക്കുക. ഈക്വൽ ടു 2 × 1 2 ആണ്, 1 × -2 ആണ്, +3. ഓക്കെ, 2 - 2 0 ആയി പോയി. ഈക്വൽ എത്ര കിട്ടും, 3 എന്ന് കിട്ടും. അപ്പൊ എ ഡോട്ട് ബി ഈക്വൽ എത്ര ഇട്ടൂടാ, അവിടെ 3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, അതും ചെയ്ത് ഓർമ്മയുണ്ടോ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ √ എല്ലാത്തിന്റെ സ്ക്വയർ. ആദ്യം എയുടെ ഇവിടെ 2 അല്ലേ, 2ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ ജെയുടെ ഒരു ജയിലുള്ളൂ, 1ന്റെ സ്ക്വയർ അഗൈൻ 1ന്റെ സ്ക്വയർ ഈക്വൽ ടു √2ന്റെ സ്ക്വയർ 4, 1ന്റെ 1 + 1 ഈക്വൽ എത്ര കിട്ടും, √6 എന്ന് കിട്ടും. അങ്ങനെ ഇട്ടേക്കുക. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും ചെയ്യാം. ഈക്വൽ ടു √, ബിയുടെ എന്താ ഒരു ഐയിലുള്ളൂ, 1ന്റെ സ്ക്വയർ പ്ലസ്
അവിടെ ജെയുടെ കൂടെ എത്ര -2 അല്ലേ? അപ്പൊ -2ന്റെ സ്ക്വയർ പ്ലസ് 3യുടെ സ്ക്വയർ, കെയുടെ കൂടെ 3 ആണ്. ഓക്കെ, ഈക്വൽ ടു റൂട്ട് ഓഫ് ഐയുടെ സ്ക്വയർ, ഒന്നിന്റെ സ്ക്വയർ എത്ര 1 ആണ്, -2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ എത്ര 9, ഈക്വൽ ടു എത്ര ഇട്ടോടാ 4 + 9 13 ആണ്, 13 + 1 എത്ര 14 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാ, cos θ ഈക്വൽ ടു a ഡോട്ട് ബി എത്ര കിട്ടിയ 3 അല്ലേ, 3/√6 ഇൻറ്റു √14 എന്ന് കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ ഓപ്ഷൻ ഇതായിരിക്കും ഉള്ളത്. ഇനി എന്ത് ചെയ്യാം, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഇതും കൊടുക്കുക കേട്ടല്ലോ. ഓക്കെ, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എന്താ 3/√6 ഇൻറ്റു √14. ചിലപ്പോൾ ഇതായിരിക്കും ഓപ്ഷനിൽ ഉള്ളത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, അവിടെ √6 ഇൻറ്റു √14 അവിടെ എന്ത് ചെയ്യാം, ഫാക്ടറൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 3/√6 ഇൻറ്റു 14 അല്ലേ, ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര ഇട്ടാ 6 4 24 2 6 2 8 84 √84 എന്ന് കിട്ടും കേട്ടോ. √84 എന്ന് കിട്ടും. അവിടെ 84 ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, 84 ഒന്ന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2h 42 ആണ്, again 2h 21 ആണ്. ഓക്കെ, ഇനി പോകത്തില്ല 21, അത് 3 7 വരത്തുള്ളൂ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ 2 എടുക്കാമല്ലോ, 2 എടുക്കാം. അപ്പൊ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 3/2 എഴുതി 2√21. ഓക്കെ, അപ്പൊ റൂട്ട് കണ്ടുപിടിക്കാൻ ആരെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഫാക്ടറൈസ് ഇട്ട് എന്ത് ചെയ്യുക, ഓരോ രണ്ടെണ്ണത്തിനും ഓരോന്ന് വെച്ച് പുറത്തെടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് 2 കൊണ്ട് അവിടെ നിന്ന് രണ്ടങ്ങ് പുറത്തെടുക്കുക, റൂട്ടിന് വെളിയെടുക്കുക, മിച്ചമുള്ള റൂട്ടിനകത്തും കൊടുക്കുക കേട്ടല്ലോ. അപ്പൊ തീറ്റ കോസ് ഇൻവേഴ്സ് 3/2√2 ആണ്, 2√21. ഓക്കെ, കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മൾ ഡയറക്ഷൻ കൊസൈനൊക്കെ പറയാം, ഓർമ്മയുണ്ടോ? ഡയറക്ഷൻ കൊസൈനൊക്കെ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഓക്കെ ഉണ്ടോ, ഓർമ്മയുണ്ടോ? അപ്പോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, L M N എന്ന് പറയാതെ L M N ഡയറക്ഷൻ കൊസൈൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയായി വരുന്നത്, ഇപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് L M N 3 വാല്യൂസ് തന്നിരിക്കാം. ഓക്കെ, തന്നിട്ട് ആ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് തന്നിട്ട് ആ വെക്ടറിന്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ഏതായിരിക്കും ചോദിക്കുന്നത്. റേഡിയോ ഡയറക്ഷൻ കൊസൈൻസ്, ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് തന്നിട്ട് ആ വെക്ടറിന്റെ അതേ ഡയറക്ഷനുള്ള എന്തുകൊണ്ടിരിക്കാനായിരിക്കും ഇവിടെ യൂണിറ്റ് വെക്ടർ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പോ ഡയറക്ഷൻ കൊസൈൻസ് തന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ജസ്റ്റ് LI + MJ + NK അങ്ങ് കൊടുത്താൽ മതി. അത് ഡയറക്ഷൻ കൊസൈൻസ്, ഫോർ എക്സാമ്പിൾ ഡയറക്ഷൻ കൊസൈൻസ് 2 3 -1 എന്ന് വിചാരിക്കാം. എന്നിട്ട് അതിന്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, അവിടെ 2I എന്നും +3J എന്നും -k എന്നും കൊടുക്കുക. ഓക്കെ, ഇത് തന്നെയായിരിക്കും അവിടുത്തെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, പറയാക്കൂല. ഓക്കെ, സിമ്പിൾ അല്ലേ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ എന്നിട്ട് യൂണിറ്റ് വെക്ടർ ചോദിക്കണമെങ്കിൽ ചെയ്യാൻ ജസ്റ്റ് അതിന്റെ കൂടെ I J കേട്ടങ്ങ് എഴുതുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു പോയിന്റ് ആണ്. പിന്നെ ഉള്ളത് എന്താ കയ്യിൽ പറയാൻ വിട്ട് A ഡോട്ട് B എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പൊ ഒരു റിയൽ നമ്പർ ആയിരിക്കും കേട്ടോ. റിയൽ നമ്പർ ആയിരിക്കും, നമ്മൾ നോട്ടിലുണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയി. A ഡോട്ട് B എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ഓർമ്മിച്ചോണേ. പിന്നെ ചിലപ്പോൾ വരാവുന്ന ലാംഡ ഇൻറ്റു വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്. ലാംഡ ഇൻറ്റു വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു എന്തായിരിക്കും, ഈക്വൽ ടു മോഡുലസ് ഓഫ് ലാംഡ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആയിരിക്കും. പറഞ്ഞ ശ്രദ്ധിച്ചോണം, ഇത് ഇവിടെ എഴുതിയത് നമ്മൾ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ആണ്. ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, ഈ രണ്ട് ലൈൻ കേട്ടോ, മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, ഇത് ഇവിടെ മോഡുലസ് ആണ്. ഈ ലൈൻ എന്താണ്, ഇത് മോഡുലസ് ആണ്, മോഡുലസ് ആണ്. ഓക്കെ, മോഡുലസ് ആണ്, ഇത് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ലൈൻ മാറിപ്പോലെ കേട്ടോ. അപ്പോ മാഗ്നിറ്റ്യൂഡ് ഓഫ്
ലാംഡ ഇൻറ്റു വെക്ടർ എ, അതായത് ഒരു സ്കെയിലാണ്, ഒരു നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ട്, എന്ത് ചെയ്യണം, ഒരു നമ്പർ ഉണ്ട് എ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് എന്തായിരിക്കും, മോഡുലസ് ഓഫ് ആ നമ്പർ ഇൻറ്റു എന്തായിരിക്കും, ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഒരു -3 കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു വെക്ടറിന്റെ മൾട്ടിപ്ലൈ ആണ്, നെഗറ്റീവിന് എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, ഈ -3 മോഡുലസ് എത്ര, 3 അല്ലേ, അപ്പൊ 3 ഇൻറ്റു എന്തായിരിക്കും, ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്നാ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ വെറും 3 എടുക്കുകയാണെങ്കിൽ അതിന്റെ മോഡുലസ് എടുത്താലും 3 തന്നെ ആണല്ലോ. ഇപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ എന്താ, സൈൻ മാറും. ഓക്കെ, അതുകൊണ്ടാണ് മോഡുലസ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓർമ്മിച്ചിരിക്കാം. ഓക്കെ, ഇനി ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, അടുത്ത ടോപ്പിക്ക് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല. ഓക്കെ, സെക്ഷൻ ഫോർമുല അതായത് എന്താ പറയാ, രണ്ട് വെക്ടേഴ്സ്. ഓക്കെ, രണ്ട് വെക്ടേഴ്സിന് എന്ത് ചെയ്യണം, അപ്പോൾ ഒരു റേഷ്യോ, സോറി, ഒരു വെക്ടറിന്, ഓക്കെ, ഒരു വെക്ടറിന് m:n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. m:n എന്ന റേഷ്യോ, ഇത് 10ാം ക്ലാസ്സിൽ മിഡ് പോയിന്റ് പഠിക്കുമല്ലോ, മിഡ് പോയിന്റിന്റെ കൂടെ അവിടെ ഉള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം, m:n എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യണം, ഓക്കെ, ഒരു രണ്ട് എന്താ പറയാ, ഒരു വെക്ടറിന്, ഓക്കെ, ഒരു വെക്ടറിനെ m:n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു വെക്ടറിനെ m:n എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് വെക്ടർ എയും ബിയും ആണെന്ന് വിചാരിക്കുക. വെക്ടർ എയും വെക്ടർ ബി ആണെന്ന് വിചാരിക്കുക. അതൊന്ന് വരച്ചു പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഓക്കെ, എങ്കിലും ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് പറയുന്നേ ഉള്ളേ. അതായത് ഒരു വെക്ടർ, ഇപ്പം ഒരു വെക്ടർ പി ക്യൂ ഉണ്ടെന്ന് ശേഷം, ഓക്കെ, നമ്മളിപ്പോ വെക്ടർ നമ്മൾ പിയും ക്യൂ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്നതാണ് പി ക്യൂ എന്ന് പറഞ്ഞ ആ ഒരു വെക്ടർ ആണല്ലോ. ഓക്കെ, നമ്മളിപ്പോ അതിന്റെ ഒറിജിൻ, നമ്മൾ ആക്സിസ് വരയ്ക്കുമല്ലോ, ഓക്കെ, ആക്സിസ് വരയ്ക്കുമല്ലോ, അവിടുത്തെ ആ 3 ആക്സിസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ആ ഒറിജിൻ ഉണ്ടല്ലോ, ഒറിജിൻ. ഓക്കെ, ആ ഒറിജിൻ എന്നുള്ള ഒറിജിൻ ഓ എന്ന് എടുത്ത് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓ പി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പൊസിഷൻ വെക്ടർ ആണല്ലോ, പൊസിഷൻ വെക്ടർ ഓഫ് പി ആണല്ലോ. നമ്മൾ പറഞ്ഞല്ലേ, ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള പൊസിഷൻ വെക്ടർ ഓഫ് പി ആണല്ലോ. ആ വെക്ടറിന് ഇപ്പൊ വെക്ടർ എ എന്നെടുത്ത് വിചാരിക്കാം, വെക്ടർ എ എന്നെടുത്തു. ഓക്കെ, പിന്നെ ഇത് വെക്ടർ ബി എന്ന് വിചാരിക്കേ, ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ ബി എന്ന് വിചാരിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത്ര അറിയുന്നതായി. ഓക്കെ, പിയുടെ പൊസിഷൻ വെക്ടർ ആണ് എ, ക്യൂവിന്റെ ആണ് ബി എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവയ ഇന്റേണലി കട്ട് ചെയ്യുന്ന റേഷ്യോ, ഇന്റേണലി ആ വെക്ടറിന്റെ ഇന്റേണലി അകത്തൂടെ നമ്മൾ കട്ട് ചെയ്യുന്ന രണ്ട് ഇതാക്കുമല്ലോ, കട്ട് ചെയ്യുന്ന ആ റേഷ്യോ കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് വെക്ടർ. ഇപ്പോൾ ആർ ഈക്വൽ ടു m ഇൻറ്റു വെക്ടർ ബി പ്ലസ് n ഇൻറ്റു വെക്ടർ എ ഡിവൈഡ് ബൈ m പ്ലസ് n. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. എ എന്ന് പറയുന്നത് ആദ്യ ഒരു പോയിന്റ്, ഇപ്പൊ പി ക്യൂ എന്ന വെക്ടർ ആണ്, അല്ലെ എ ബി എന്ന വെക്ടർ ആണെങ്കിൽ ആദ്യത്തെ പോയിന്റ് എയുടെ പൊസിഷൻ വെക്ടർ ആണ് എ എന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് ചെറിയ എ. ഓക്കെ, ബി എന്ന പോയിന്റ്, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് ചെറിയ ബി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് ബി. ഓക്കെ, ഓർമ്മിച്ചാണ്. അപ്പോൾ അതിന്റെ സെക്ഷൻ ഫോർമുല എന്താ, m ഇൻറ്റു വെക്ടർ ബി പ്ലസ് n ഇൻറ്റു വെക്ടർ എ ഡിവൈഡ് ബൈ m പ്ലസ് n. അത് ഇന്റേണലി ആണ്. ഓക്കെ, ഇന്റേണലി. ഇനി എക്സ്റ്റേണലി ചോദിക്കാം. എക്സ്റ്റേണലി ആണെങ്കിൽ വെക്ടർ ആർ ഈക്വൽ ടു m ഇൻറ്റു വെക്ടർ ബി മൈനസ് എന്തുടാ n ഇൻറ്റു വെക്ടർ എ ഡിവൈഡ് ബൈ m മൈനസ് n. ഇത് എക്സ്റ്റേണലി. ഇന്റേണലി വരുമ്പോൾ പ്ലസും എക്സ്റ്റേണലി ആണെങ്കിൽ മൈനസും, അത്രയും മാത്രം ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പറഞ്ഞല്ലോ. ഇനി രണ്ടിന്റെ മിഡ് പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ, നടുക്കത്തെ പോയിന്റ് ആണ് പി ക്യൂ എന്ന വെക്ടറിന്റെ മിഡ് പോയിന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ, മിഡ് പോയിന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ 2 എടുക്കുക കേട്ടല്ലോ. ഓക്കെ, എ പ്ലസ് ബി ബൈ 2. മിഡ് പോയിന്റ് ആണെങ്കിൽ രണ്ടും പ്ലസ് ചെയ്യുക, ബൈ 2 എടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ സെക്ഷൻ ഫോർമുല ഇന്റേണലി ആണെങ്കിൽ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചായി, എന്നാൽ എയും ബി എന്താണ് പറഞ്ഞിരിക്കുക. ഓക്കെ, എയും ബിയും പൊസിഷൻ വെക്ടർ ആണ് എന്റെ ഒക്കെ. എ എന്ന് പറഞ്ഞ ഫസ്റ്റ് പോയിന്റിന് എ, സെക്കൻഡ് പോയിന്റിന് ബി ആണല്ലോ. അപ്പൊ m ഇൻറ്റു സെക്കൻഡ് വെക്ടർ പ്ലസ് n ഇൻറ്റു ഫസ്റ്റ് വെക്ടർ ഡിവൈഡ് ബൈ m പ്ലസ് n.
എക്സ്റ്റേണൽ ആണെങ്കിൽ എന്ത് ചെയ്യാം അവിടെ മൈനസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മിഡ് പോയിന്റ് ആണെങ്കിൽ എ പ്ലസ് വെക്ടർ ബി ബൈ എന്താ 2. ഇതാണ് എന്താ അവിടെ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു പ്രോബ്ലം ജസ്റ്റ് പറഞ്ഞു പോവാം. വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ഐ പ്ലസ് 2j പ്ലസ് കെ എന്നും വെക്ടർ ബി ഈക്വൽ ടു 2i പ്ലസ് ജെ മൈനസ് കെ വിചാരിക്കാം. ഓക്കെ, അവിടെ ഇന്റേണലി കട്ട് ചെയ്യുന്ന റേഷ്യോ m:n. ഓക്കെ, ഇന്റേണലി കട്ട് ചെയ്യുന്ന റേഷ്യോ m:n ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ആ വെക്ടർ കാണാനായിട്ട് എന്ത് ചെയ്യുക, ആദ്യം റേഷ്യോ ഒന്നല്ലോ m:n 2:1 എന്ന് വിചാരിക്കുക കേട്ടോ. ഇന്റേണലി കട്ട് ചെയ്യുന്ന റേഷ്യോ 2:1 എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇന്റേണലി കട്ട് ചെയ്യുന്ന ആ ഒരു വെക്ടർ r കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ എന്താ, m ഇൻറ്റു വെക്ടർ ബി പ്ലസ് n ഇൻറ്റു വെക്ടർ എ ഡിവൈഡഡ് ബൈ m പ്ലസ് n ആണല്ലോ, ഈക്വൽ ടു m എന്ന് പറയുമ്പോൾ 2 ആണല്ലോ അവിടെ 2 ഇൻറ്റു വെക്ടർ ബി ചെയ്യാം, എന്താ 2i പ്ലസ് ജെ മൈനസ് കെ പ്ലസ് n ഇൻറ്റു വരുമ്പോ എന്ത് ചെയ്യാ, n ഒന്നല്ലേ, 1 ഇൻറ്റു ഐ പ്ലസ് 2j പ്ലസ് കെ. ഓക്കെ, ഐ പ്ലസ് 2j പ്ലസ് കെ ഡിവൈഡ് ബൈ m പ്ലസ് n എന്ന് പറയുമ്പോൾ 2 പ്ലസ് 1 ഈക്വൽ ടു 2 കൊണ്ട് എന്ത് ചെയ്യാം, അതോടെ 2 ഇൻറ്റു 4i പ്ലസ് 2j മൈനസ് 2k. ഐ കൊണ്ട് ഒരു ഐ അല്ലേ ഉള്ളൂ, ഐ ഒന്നുകൊണ്ട് ഇന്ത്യ ചെയ്യുമ്പോൾ എല്ലാം അത് തന്നെ 2j പ്ലസ് കെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാടാ, ഡിവൈഡ് ബൈ 2 പ്ലസ് 1 എത്ര 3 ആണല്ലോ, 3. അപ്പൊ ഈക്വൽ ടു 4i ഉണ്ട്, ഇവിടെ ഐ ഉണ്ടല്ലോ, അപ്പൊ മൊത്തം 5i 2j ഉണ്ട് പ്ലസ് 2j ഉണ്ട് 4j മൈനസ് 2k പ്ലസ് കെ. അവിടെ എന്ത് ചെയ്യാം, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക ഇല്ലേ, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക, മൈനസ് 2k പ്ലസ് കെ എന്ന് പറയുമ്പോൾ വരും മൈനസ് കെ, കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം മൈനസ് കെ എന്ന് വരും, ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഒന്നുകിൽ ഇങ്ങനെ ഇട്ടേക്കുക, അല്ലെങ്കിൽ 3 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം, 5/3i പ്ലസ് 4/3j മൈനസ് 1/3k. ഓക്കെ, മൈനസ് 1/3k. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അപ്പോ എന്ത് ചെയ്യാ, ഇതുപോലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ അങ്ങ് ഇട്ടേക്കുക, പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോ ഇന്റേണലി വരുമ്പോൾ എന്ത് ചെയ്യുക, പ്ലസ് കൊടുത്ത് എഴുതുക. ഇനി എക്സ്റ്റേണലി ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഈ പ്ലസിന് പകരം അവിടെ എന്ത് ചെയ്യുക, മൈനസ് കൊടുത്ത് എഴുതുക. ഓക്കെ, മൈനസ് കൊടുത്ത് എഴുതുക. മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് തിരിച്ച് എഴുതുക, എല്ലാത്തിന്റെയും ചിഹ്നം മാറ്റി എഴുതുക, പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ മൈനസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ എല്ലാം വരും, ഇവിടെ മൈനസ് ഐ മൈനസ് 2j മൈനസ് കെ എന്ന് വരും. ഓക്കെ ആണല്ലോ, എന്നിട്ട് ബാക്കി സാധിച്ചു പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെക്ഷൻ ഫോർമുലയിൽ വരുന്നത്. ഇന്റേണലിയും എക്സ്റ്റേണലിയും 2 ഇക്വേഷൻ ഓർമ്മിച്ചോണേ കേട്ടോ, ചിലപ്പോൾ ചോദിക്കും, പറയാൻ പറ്റത്തില്ല. പിന്നെ മിഡ് പോയിന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, 2 വെക്ടർ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് സെക്ഷൻ ഫോർമുല വരുന്നത്. നമുക്ക് ചെയ്യാം, ജസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, NCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ളതിന് ഒരു പ്രോബ്ലം കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം കൂടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മ വേണം, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, വെക്ടർ എ ഡോട്ട് വെക്ടർ എ ഈക്വൽ എന്താ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആണല്ലോ. ഈ ഒരു കാര്യം ഓർമ്മിക്കണം. ഓക്കെ, ആ പ്രോബ്ലം ഒന്ന് എടുത്തോട്ടെ. അപ്പോ പ്രോബ്ലം പറയുന്നത് എക്സ് മൈനസ് പറ്റണോ. ഇവിടെ പറഞ്ഞത് എക്സ് മൈനസ് വെക്ടർ എക്സ് മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എ ഈക്വൽ ടു 8. then find magnitude of vector x if a is a unit vector. അവിടെ a എന്ന് പറയുന്നത് എന്താണെന്നുണ്ട്, ഒരു യൂണിറ്റ് വെക്ടർ ആണെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് കാണാനാണ്. ഓക്കെ ആണോ? നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അവിടെ നോക്കണം, വെക്ടർ എക്സ് മൈനസ് എ ഡോട്ട് വെക്ടർ എക്സ് പ്ലസ് എ ആണല്ലോ. ഈ ഫോമിൽ ഏതെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ, ഐഡന്റിറ്റി? നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ, എ പ്ലസ് ബി ഇൻറ്റു വെക്ടർ വേണ്ട, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ, ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ, ആണല്ലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലോ. ആ ഒരു ഫോം വെച്ച് നമുക്ക് ഇവിടെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇവിടെ വെക്ടർ എക്സ്
മൈനസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എക്സ് പ്ലസ് വെക്ടർ എ ആണല്ലോ. ഓക്കെ, അപ്പം എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇവിടെ എക്സ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ വെക്ടർ എക്സ് ഡോട്ട് വെക്ടർ എക്സ് ഉണ്ട് മൈനസ് വെക്ടർ എ ഡോട്ട് എ കൊടുക്കുക. നമ്മൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എ ഇൻറ്റു എ ആണല്ലോ. ഓക്കെ, ആ ഫോമിൽ ആലോചിച്ചേ പറഞ്ഞല്ലോ. ഓക്കെ, എ സ്ക്വയർ എ ഇൻറ്റു എ ആണ്, ആ ഫോമിൽ ആലോചിക്കുക. അപ്പൊ എക്സ് ഡോട്ട് എക്സ് എന്ന് വരും മൈനസ് അവിടെ എ വെച്ച് എ ഡോട്ട് എ തന്നെ വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എക്സ് ഡോട്ട് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിന്റെ സ്ക്വയർ ആണ് മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ എടുക്കുക. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇതിലോട്ട് അങ്ങ് എത്തിയാലും മതി കേട്ടല്ലോ. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ എക്സിന്റെ സ്ക്വയർ മൈനസ് എയുടെ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണല്ലോ. അപ്പം അവിടെ വെക്ടർ എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിന്റെ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ഈക്വൽ എത്ര കൊടുക്കാം, 8 എന്ന് കൊടുക്കുക. നിങ്ങൾ അല്ലാതെ നിങ്ങൾ അകത്തോട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സ്റ്റെപ്പ് കൂടുതൽ വരും പറഞ്ഞല്ലോ, അത്രയും പോണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ എ പ്ലസ് ബി എ മൈനസ് ബി ആണെങ്കിൽ എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലോ, ആ ഫോമിലാക്കി കൊടുത്താൽ മതി കേട്ടല്ലോ. അപ്പൊ ഇവിടെ ആദ്യം ഇവിടെ എക്സിന്റെ സ്കോർ വരും, അടുത്ത് എയുടെ സ്കോർ വരും. അതായത് അവിടെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് വിചാരിക്കുക കേട്ടല്ലോ. അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിന്റെ സ്ക്വയർ മൈനസ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അല്ലേ. ആലോചിക്കുക, എ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു യൂണിറ്റ് വെക്ടർ ആണല്ലോ. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും, എപ്പോഴും 1 ആയിരിക്കും ഇല്ലേ, 1 ആയിരിക്കും. അപ്പൊ 1 അല്ലെ 1ന്റെ സ്ക്വയർ 8, 1ന്റെ സ്ക്വയർ 1 അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണല്ലോ, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും 8 പ്ലസ് 1, 8 പ്ലസ് 1 ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സിന്റെ സ്ക്വയർ ഈക്വൽ ടു എന്താ 8 പ്ലസ് 1 9 ഇല്ലേ, 9. അപ്പൊ അതിനകത്ത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് 9 ഈക്വൽ ടു എത്ര, 9ന്റെ റൂട്ട് 3 അല്ലേ, 3 മൈനസ് 3 വരും, രണ്ട് ആൻസർ വരും. ഓക്കെ, എന്നാൽ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ലെങ്ത് ആയതുകൊണ്ട് എന്ത് ചെയ്യണ്ട, മൈനസ് എടുക്കേണ്ട കാര്യമില്ല, പോസിറ്റീവ് എടുത്താൽ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇത് ടോപ്പിക്കിൽ നിന്ന് ഏകദേശം കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിച്ച ശേഷം എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ,